Good morning, students. Another problem. Find a vector equation of the line segment, line tangents to the graph of r of t at the point B0. On the curve r of t is equal to 3t minus 1 into n plus root of 3t plus 4 into j. B0 another point minus 1 to. Here the problem is that T0 തന്നിട്ടില്ല. First we have to find out T0 based on the point B0 equal to minus 1. If B0 equal to minus 1 to the corresponding ആയിട്ടുള്ള T0 കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ ചെയ്തത് to find T0 കണ്ടുപിടിക്കാനുള്ളതാണ്. T0 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ് ഇവിടെ P0 minus 1 എന്ന് പറയുമ്പോൾ ഇത് x ആണ് ഇത് y ആണ്. ഇവിടെ I യുടെ കമ്പോണന്റ് x y എടുക്കുക. അപ്പോൾ 3t minus 1 is equal to minus 1. അതുപോലെ root of 3t plus 4 is equal to 2. അപ്പോൾ t യുടെ വാല്യൂ P0 ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3t സമയത്ത് വരും minus 1 plus 1 that is equal to 0. t യുടെ വാല്യൂ നമുക്ക് ഇവിടെ 0 കിട്ടും. ഇവിടെ നോക്കാം ഇവിടെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ 3t plus 4 is equal to 4 വരും. 3t is equal to 4 minus 4 0 വരും. t is equal to 0. അപ്പോൾ T0 എന്നുള്ള വാല്യൂ therefore T0 എന്നുള്ള വാല്യൂ നമ്മൾ 0 കിട്ടി. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിന്റെ പ്രത്യേകത first you have to find out the value of T0. T0 എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്തത് ഇവിടെ P0 നമുക്ക് തന്നിട്ടുണ്ട് -1 2. ഈ -1 എന്നുള്ളത് I യുടെ കമ്പോണന്റുമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ 3t minus 1 is equal to -1. ഈ 2 എന്നുള്ള പോയിന്റ് j യുടെ കമ്പോണന്റുമായിട്ട് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ root of 3t plus 4 is equal to 2. അതിനുശേഷം ഇത് സോൾവ് ചെയ്യുമ്പോൾ t ക്ക് 0 കിട്ടി. ഇവിടെ നമുക്ക് t 0 കിട്ടി. therefore നമ്മുടെ T0 എന്നുള്ള വാല്യൂ എന്താണ് T0 എന്നുള്ള വാല്യൂ 0 ആണ്. അപ്പോൾ ഫസ്റ്റ് T0 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടി. T0 is equal to 0. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. T0 equal to 0. ഇനി ആദ്യം നമ്മൾ എന്ത് ചെയ്യണം r of T0 that is r of 0. അതായത് ഈ വെക്ടർ ഇക്വേഷനിൽ t യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം t യുടെ സ്ഥാനത്ത് 0 കൊടുക്കണം. 0 കൊടുക്കുമ്പോൾ 3 into 0 എന്ന് പറയുമ്പോൾ മൈനസ് അപ്പോൾ മൈനസ് i പ്ലസ് ഇവിടെ t ക്ക് നമ്മൾ 0 കൊടുക്കണം. അപ്പോൾ 0 ആയപ്പോൾ root of 4 എന്ന് പറഞ്ഞാൽ എന്താണ് 2g. അപ്പോൾ r of T0 എന്നുള്ളത് മൈനസ് i പ്ലസ് 2g മൈനസ് i പ്ലസ് 2g. ഇനി അടുത്തത് r dash t കണ്ടുപിടിക്കണം. r dash t കണ്ടുപിടിക്കാനായിട്ട് ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. r of t നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. i യുടെ കമ്പോണന്റ് എന്താണ് 3t minus 1. 3t minus 1 നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് 3 കിട്ടും. അപ്പോൾ 3i plus root of 3t plus 4 നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. root x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത് 1/2 root x ആണ്. root x ന്റെ ഡിഫറൻഷിയേഷൻ 1/2 root x ആണ്. ഇവിടെ root of 3t plus 4 ആണ്. നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/2 into root of 3t plus 4 into 3 into j. അപ്പോൾ നമ്മൾ r of t നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. r of t നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് i യുടെ കമ്പോണന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, j യുടെ കമ്പോണന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. i യുടെ കമ്പോണന്റ് എന്താണ് 3t minus 1 ആണ്. ആ 3t minus 1 നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 3 കിട്ടും 3i. രണ്ടാമത്തെ കേസിൽ root of 3t plus 4 നെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു root x ന്റെ ഡിഫറൻഷിയേഷൻ നമുക്കറിയാം 1/2 root x ആണ്. അപ്പോൾ 1/2 into root of 3t plus 4 into 3 into j. ഇനി നമ്മൾ എന്ത് ചെയ്യണം വെക്ടർ r dash 0 ഇവിടെ നമുക്ക് t ആണ് 0 കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ ടേം 3i എന്ന് വരും പ്ലസ് ഇവിടെ നമുക്ക് t ക്ക് നമ്മൾ 0 കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ 3 വരും. ഇവിടെ t ക്ക് 0 കൊടുത്ത് √4 വരും. √4 വരും. അപ്പോൾ 3i plus 3/4 ചെയ്തു തരും. 3i plus 3/4. അപ്പോൾ r dash 0 പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിന്റെ വെക്ടർ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് വെക്ടർ r is equal to r of T0 plus t into r dash 0. r of 0 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. r of 0 അതാണ് കണ്ടുപിടിച്ചേ -i plus 2 ചെയ്ത് കണ്ടുപിടിച്ചു. t into r dash 0 എന്താണ് കണ്ടുപിടിച്ചത് r dash 0 എന്ന് പറഞ്ഞാൽ 3i plus 3/4.
ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഐയുടെ കമ്പോണന്റും ജെയുടെ കമ്പോണന്റും കൂടി ഒരുമിച്ച് എഴുതാം. അങ്ങനെ ഒരുമിച്ച് എഴുതുമ്പോൾ ഇവിടെ മൈനസ് ഐ ഉണ്ട്, ഇവിടെ ടി ഇൻറ്റു 3i ഉണ്ട്. അപ്പോൾ നമുക്ക് -1 + 3t ഇൻറ്റു ഐ. ഐയുടെ കമ്പോണന്റ് എഴുതി -1 + 3t ഇൻറ്റു ഐ പ്ലസ് 2j ബേസ് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഇവിടെ 2, ഇവിടെ ദൂരം 3/4, 2 + 3/4 3/4 into t, 3/4 into t. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടാണ്. അപ്പോൾ -1 + 3t into i plus 2 + 3/4 into t into j. 3/4 into t into j. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിന്റെ പ്രത്യേകത ഇവിടെ നമുക്ക് t നോട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. Here we have to find out the value of t naught. അപ്പോൾ t naught കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ p നോട്ടിന്റെ വാല്യൂ -1 2. ഇവിടെ ഐയുടെ കമ്പോണന്റ് x, ഇവിടെ ഐയുടെ കമ്പോണന്റ് x ഇങ്ങനെ ഇക്വേറ്റ് ചെയ്തു. 3t - 1 = -1 കൊടുത്തു, √3t + 4 കൊടുത്തു, സോൾവ് ചെയ്യുമ്പോൾ കോമൺ പോയിന്റ് t naught = 5. അപ്പൊ t naught = 0 കിട്ടി. അപ്പൊ t naught 0 കിട്ടിയതിനു ശേഷം വേണം നമ്മൾ ഇതിന്റെ r0യും r'0യും കണ്ടുപിടിക്കാൻ. r'0 കാണാനായിട്ട് r(t) ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞാൽ ഐയുടെ കമ്പോണന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ജെയുടെ കമ്പോണന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. √3t + 4 ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്തു? √x ന്റെ ഡിഫറൻഷിയേഷൻ 1/2 √x ആണ്. അപ്പോൾ √3t + 4 ഡിഫറൻഷിയേഷൻ എന്തായിരിക്കും? 1/2 into √3t + 4 into ന്യൂമറേറ്ററിൽ 3. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്ക് ഔട്ട് ചെയ്യുന്നത്.